ഗൂഗിൾ പേ, ഫോൺ പേ ഉൾപ്പെടെയുള്ള UPI പേയ്മെൻറ്റ് ആപ്പുകൾ ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. എന്നാൽ ശ്രദ്ധിക്കുക, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് UPI തട്ടിപ്പുകളാണ് പ്രതിവർഷം നടക്കുന്നത്. സാധാരണക്കാർക്ക് നഷ്ടമാകുന്നത് കോടിക്കണക്കിന് രൂപയും. തട്ടിപ്പുകാരാണെങ്കിൽ ഇപ്പോൾ പഴയ രീതികൾ മാറ്റി വളരെ ആധുനികമായ വഴികളിലൂടെയാണ് നമ്മുടെ പണം കവരുന്നത്. ഇതിനെ നേരിടാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ NPCAയും ചേർന്ന് പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. UPI ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമാക്കാൻ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 5 സുപ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കാര്യം പിൻ നമ്പറും ഫിംഗർ പ്രിൻറ്റ് സുരക്ഷയുമാണ്. നിങ്ങളുടെ UPI പിൻ നമ്പർ എപ്പോഴും പണം അയക്കാൻ മാത്രമുള്ളതാണ്. പണം ഇങ്ങോട്ട് ലഭിക്കാൻ ഒരിക്കലും പിൻ നമ്പർ നൽകേണ്ട ആവശ്യമില്ല. കൂടാതെ ഡിജിറ്റൽ ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ RBI ഇപ്പോൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ കർശനമാക്കിയിരിക്കുകയാണ്. അതായത് കേവലം ഒരു OTPക്ക് പകരം നിങ്ങളുടെ ഫോണിലെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം ഒരു പ്രധാന സുരക്ഷാ കവചമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ UPI ആപ്പുകളിൽ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് എപ്പോഴും ഓൺ ചെയ്ത് വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഡിജിറ്റൽ അറസ്റ്റും വ്യാജ കളക്ട് റിക്വസ്റ്റുകളും. അതായത് ഈ പോലീസ്, CBI അല്ലെങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തി ഈ പണം തട്ടുന്ന ഡിജിറ്റൽ അറസ്റ്റ് രീതി ഇപ്പോൾ വ്യാപകമാണ്. ഇത്തരം കോളുകൾ വന്നാൽ ഒട്ടും ഭയപ്പെടാതിരിക്കുക. അതോടൊപ്പം പ്രോഡക്റ്റ് സെല്ലിംഗ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങൾക്ക് പണം നൽകാനെന്ന വ്യാജേന തട്ടിപ്പുകാർ അയക്കുന്ന കളക്ഷൻ റിക്വസ്റ്റ് ലിങ്കുകളുണ്ട്. ഇവയിൽ ക്ലിക്ക് ചെയ്ത് അബദ്ധത്തിൽ പേ ബട്ടൺ അമർത്താതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടും. അപരിചിതമായ ഇത്തരം നോട്ടിഫിക്കേഷനുകൾ ഉടൻ തന്നെ നിങ്ങൾ ഡിക്ലൈൻ ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ക്ലോസ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്ത് വിടുക. അടുത്ത പ്രധാന കാര്യമാണ് ഈ ഗൂഗിളിൽ തിരഞ്ഞു കണ്ടുപിടിക്കുന്ന കസ്റ്റമർ കെയർ നമ്പറുകൾ. UPI ഇടപാടിൽ പണം നഷ്ടപ്പെട്ടാൽ നമ്മൾ പലപ്പോഴും ഗൂഗിളിൽ ബാങ്കിൻ്റെയോ ആപ്പിൻ്റെയോ കസ്റ്റമർ കെയർ നമ്പർ തിരയാറുണ്ട്. അവിടെ കാണുന്ന പല നമ്പറുകളും ഈ തട്ടിപ്പുകാരുടേതും ആകാം. അവർ നിങ്ങളെ സഹായിക്കാൻ എന്ന വ്യാജേന AnyDesk, TeamViewer പോലെയുള്ള ഈ സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും അത് ഉപയോഗിക്കാൻ പറയുകയും ചെയ്യും. ഇത് ചെയ്താൽ നിങ്ങളുടെ ഫോണിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവർക്ക് ലഭിക്കുകയും നിങ്ങളറിയാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാകുകയും ചെയ്യും. ഓർക്കുക, യഥാർത്ഥത്തിൽ ഉള്ള ബാങ്ക് അധികൃതർ ഒരിക്കലും ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടില്ല. അവർ അവരുടെ പ്ലാറ്റ്ഫോം വഴി, അവരുടെ സിസ്റ്റം വഴി നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണുകയാണ് പതിവ്. അടുത്തായിട്ടുള്ള പ്രധാന കാര്യമാണ് ഈ കടകളിലെ QR കോഡ് തട്ടിപ്പുകൾ. ഈ പെട്രോൾ പമ്പുകളിലും മറ്റും കടയുടമയുടെ യഥാർത്ഥ QR കോഡിന് മുകളിൽ ഈ തട്ടിപ്പുകാർ അവരുടെ വ്യാജ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കുന്ന ഒരു പ്രവണത ഇന്ന് വളരെ വ്യാപകമാണ്. NPCAയുടെ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്യുമ്പോൾ പണം സ്വീകരിക്കുന്ന ആളുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യഥാർത്ഥ പേര്, അതായത് ആ ബാങ്കിങ് നെയിം ഈ സ്ക്രീനിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കും. പണം അയക്കുന്നതിന് മുമ്പ് ആ പേര് കൃത്യമാണോ എന്ന് കടക്കാരനോട് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിങ്ങളുടെ പിൻ നമ്പർ എൻ്റർ ചെയ്യുക. അടുത്ത പ്രധാന കാര്യമാണ് സിം സ്വാപ്പ് തട്ടിപ്പുകൾ. നിങ്ങളുടെ ഫോണിലെ നെറ്റ്വർക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് വെറും ഒരു സാങ്കേതിക തകരാർ മാത്രമാകണമെന്നില്ല. തട്ടിപ്പുകാർ നിങ്ങളുടെ നമ്പറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തതുമാകാം. അത്തരം സാഹചര്യങ്ങൾ ഉടൻ തന്നെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുക. സൈബർ തട്ടിപ്പുകൾ തടയാൻ RBI ഇപ്പോൾ മ്യൂൾ ഹണ്ടർ AI എന്ന അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഈ മ്യൂൾ ഹണ്ടർ AI എന്ന സംവിധാനത്തിലേക്ക് സാധാരണക്കാർക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കില്ല. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനോ ലോഗിൻ ചെയ്യാനോ കഴിയുന്ന ഒരു പബ്ലിക് ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഒന്നുമല്ലത്. മറിച്ച് ഈ ബാങ്കുകൾ, പേയ്മെൻറ്റ് സിസ്റ്റം ഓപ്പറേറ്റേഴ്സ്, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി മാത്രമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പ്രധാന ബാക്ക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടൂളാണിത്. ഇത് വെച്ചാണ് അവർ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. ഇത്തരം സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ബാങ്ക് ആപ്പിൽ കയറി ദിവസേന അയക്കാവുന്ന തുകയുടെ പരിധി അഥവാ ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷത കൂടുതൽ ഉറപ്പാക്കുകയും ചെയ്യും. അതിനാൽ ഇനി UPI ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഈ മേൽപ്പറഞ്ഞ 5 കാര്യങ്ങൾ ഓർത്തിരിക്കുക.